നാളെ ഉണ്ടാക്കാം ബിരിയാണി. സൂപ്പറാ? ഇഷ്ടായോ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പാത്തു, എല്ലാവർക്കും ഒരു ഹായ് പറയും. എന്തെടുക്ക? സ്കൂട്ടർ ഓടിക്കുവാണോ? ഇനി കണ്ടോളൂ. അയ്യോ, ഇടിപ്പിക്കാതെ പതുക്കെ. പതുക്കെ പതുക്കെ ഇടിപ്പിക്കരുത് കേട്ടോ. പാത്തു, കഴിക്കാൻ എന്താ വേണ്ടേ? ബിരിയാണിയോ? ഇപ്പോഴോ? നാളെ ഉണ്ടാക്കാം ബിരിയാണി. നാളെ ഉണ്ടാക്കി തരാം ബിരിയാണി. ഇപ്പൊ എന്താ കഴിക്കാൻ വേണ്ടേ? സാമ്പാറോ? സാമ്പാർ നാളെ ഉണ്ടാക്കി തരാം. പിന്നെ ബനാന ഫ്രൈ തരട്ടെ? ഫ്രഞ്ച് ഫ്രൈസ്? പിന്നെ മാഗി ഇല്ല. ഇല്ല, ലോലിപോപ്പ് ഒന്നും ഇല്ല. കമ്പുമുട്ടായും ഇല്ല. ദോശ? നോ. പാത്തു, സ്കൂട്ടർ എടുത്ത് നേരെ വെയ്. സ്കൂട്ടർ എടുത്ത് നേരെ വയ്ക്ക്. ആ, ഗുഡ് ഗേൾ. നേരെ വയ്ക്ക്. അങ്ങനെ പാത്തുവിന് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി. പായസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാച്ചോറ് അല്ലെങ്കിൽ തേങ്ങാച്ചോറ്, ശർക്കര ചോറ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി എടുത്തിട്ട്, കറക്റ്റായിട്ട് അളവൊന്നും പറയുന്നില്ല, അപ്പോൾ അരി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിലൊരു 5 വിസിൽ അടുപ്പിച്ചപ്പോഴത്തേക്കും വെള്ളം എല്ലാം വറ്റി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോനാ മസൂരി റൈസ് കേട്ടോ. എൻ്റെ പച്ചരി ഇല്ലായിരുന്നു. പച്ചരിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ നമ്മുടെ പായസം റൈസ് ഉണ്ടല്ലോ, നുറുക്കലരി എന്നാണ് തോന്നുന്നു പറയുന്നത്, അതാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പം അത് നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര മേടിക്കുന്ന സമയത്ത് ഞാനത് പാനിയാക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ശർക്കര വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിലെടുത്ത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ശർക്കര പാനി ചേർക്കാമെന്ന്. അങ്ങനെ ശർക്കര പാനി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പായസം നല്ല ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ ലൂസായിട്ട് കിട്ടും. സമയത്ത് നമ്മൾ ഈ ശർക്കര ചോറെന്ന് പറയുന്നത് കൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ശർക്കര പാനിയായിട്ട് ആ അരി ഒന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചധികം തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എനിക്ക് പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും തന്നെ കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ഈ ഒരു ശർക്കര ചോറെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശർക്കര പായസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പാത്തുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പാത്തുവിനും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവൾക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും, അവളും കഴിച്ചോളും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്ക്കകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട്?
സൂപ്പറാ? ഇഷ്ടായോ? എന്താ കഴിക്കുന്നേ? പായസ? ഫിനിഷ് ആക്കുവോ? അപ്പൊ കഴിച്ചോ കേട്ടോ. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം ഞാനും പാത്തും കൂടെ വിളക്ക് കത്തിക്കാനായിട്ട് വന്നു. അപ്പോൾ ഒരു 6:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വിളക്ക് കത്തിക്കാൻ പറ്റുമ്പോഴൊക്കെ വിളക്ക് കത്തിക്കും. ഇപ്പോൾ പാത്തു എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വിളക്ക് കത്തിച്ച് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് നാമമൊക്കെ ജപിച്ചതിന് ശേഷം പിന്നെ എണീക്കാറുള്ളൂ. അങ്ങനെ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ജപിച്ച് പതുക്കെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെ ഡിന്നറിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ, പനീർ ചില്ലി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലോർ തന്നെ ഇടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് മൈദയെക്കാട്ടിലും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയാണെങ്കിലും മതി. ഞാനിപ്പോൾ കോൺഫ്ലോർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പം ആ പൊടികളൊക്കെ നന്നായിട്ട് കോട്ടാവുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് ചില്ലി പനീർ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ചില്ലി പനീർ ഉണ്ടാക്കുന്ന ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാനായിട്ട് ഞാൻ കോൺഫ്ലോറും കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്, നല്ല ലിക്വിഡാക്കി. ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതോ പരത്തുന്നതോ ഒന്നും കാണിക്കുന്നില്ല, കാരണം പല വീഡിയോസിലും ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചിട്ടില്ല. അപ്പം എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. റെസിപ്പി വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ഫ്രൈ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അല്ലാതെ നമ്മളിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് പോകും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം അല്ലേ. ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും. ജീവിതത്തിൽ നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുമെന്ന ഉറച്ച മനസ്സാണ് നമുക്ക് വേണ്ടത്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവാനായിട്ട് പോകുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന് കാരണമാകുന്നത്. ജീവിതത്തിൽ നമുക്ക് മുന്നിൽ ഏറ്റവും നല്ല അവസരങ്ങളോ സാഹചര്യങ്ങളോ നല്ല മനുഷ്യരോ ഒന്നും ഉണ്ടാകണമെന്നില്ല. എല്ലാവരും നമ്മളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈ സാഹചര്യങ്ങളെയൊക്കെ മറികടന്ന് എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു നല്ല മനസ്സാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം. പലരോടും നമുക്ക് ക്ഷമിക്കേണ്ടി വന്നേക്കാം, സാഹചര്യങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കേണ്ടി വരാം. പ്രതിസന്ധികൾ ഒരുപാടുണ്ടെങ്കിലും ആത്മവിശ്വാസവും ധൈര്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവയെ ക്ഷമയോടെ കീഴടക്കാനായിട്ട് സാധിക്കും. അവസരങ്ങൾ നമ്മെ തേടി വരില്ല, അവസരങ്ങളെ തേടി നമ്മൾ പോകണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനിയിപ്പം തിരിച്ച് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. അപ്പം നമ്മൾ പനീർ ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു ഒനിയനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഒനിയൻ, അതുപോലെ തന്നെ ക്യാപ്സിക്കം, 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 പച്ചമുളക്. ഇനിയിപ്പോൾ നമ്മൾ ആ പനീർ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന അതേ പാനിലേക്ക് അതേ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതും ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ സ്ലോ കുക്ക് ചെയ്തല്ല എടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് ആകും. നന്നായിട്ട് ഇത് വഴണ്ടൊന്നും വരണ്ട. അതിനുശേഷം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒനിയൻ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഒനിയനൊക്കെ നല്ലപോലെ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അതും ക്യൂബായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് സോസിൽ നിന്നൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ബാക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്,
അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് നമ്മൾ 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അതാരും മറക്കണ്ട. അപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ സോസിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ മറക്കണ്ട. അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പനീർ ആ ഒരു കോൺഫ്ലോർ മിക്സിൽ കിടന്ന് നന്നായിട്ട് കോട്ടായി വരണം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലോർ മിക്സ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്, കുറച്ച് ഡ്രൈ ആയിട്ട്, എന്നാൽ ഗ്രേവി ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചോദിച്ച എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച റെസിപ്പി ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പനീർ ചില്ലി ചൂടോടുകൂടി ചപ്പാത്തിയിലൂടെ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചപ്പാത്തി ചില്ലി പനീർ നമ്മൾ എടുത്തിട്ടുണ്ട്. പനീർ ചില്ലി എന്നും പറയും, ചില്ലി പനീർ എന്നും പറയും കേട്ടോ. അപ്പം 2 ചപ്പാത്തിയും അതിൻ്റെ കൂട്ടത്തിൽ പനീർ ചില്ലിയും കൂടെ സെർവ് ചെയ്യാണ്. പാത്തുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പനീർ. ഈ പനീർ ഇട്ട് കൊടുത്താൽ പനീർ തന്നെ കടിച്ച് അവൾ കഴിച്ചോളും, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.